നമസ്കാരം. മുത്തലാഖ് നിരോധനം, ഹിജാബ് നിരോധനം, ഭരണഘടനയുടെ 370 വകുപ്പ്, CAA തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മതതീവ്രവാദ സംഘടനകളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നത് തങ്ങളാണ് എന്ന ഒരു മത്സരത്തിലാണ് സംസ്ഥാനത്തെ UDFും LDFും. മതതീവ്രവാദ സംഘടനകൾ ഈ രാജ്യത്ത് ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവരുടെ ആ ശ്രമത്തെ, അല്ലെങ്കിൽ മതരാഷ്ട്രത്തെയും ശരീഅത്ത് നിയമത്തെയും ഈ രാജ്യത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് LDFും UDFും ഈ പിന്തുണയിലൂടെ, അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി മത തീവ്രവാദ ശക്തികളെ പ്രീണിപ്പിക്കുന്നതിലൂടെ നടത്തുന്നത്. ഇവരെല്ലാം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അഫ്ഗാനിസ്ഥാനിലെ വിഷയങ്ങൾ ഇന്നവർ വായിക്കേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ യൂട്യൂബർ ഹോറാസാദത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ സത്യത്തിൽ വായിക്കേണ്ടതുണ്ട്. 2023 ഓഗസ്റ്റ് 21 ഹോറാസാദത്ത് കൊല്ലപ്പെടുകയായിരുന്നു. ഹോറാസാദത്ത് ഒരു പ്രശസ്ത യൂട്യൂബർ ആയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് അവർ ചെയ്ത യൂട്യൂബ് കണ്ടൻറ്റുകൾ ലോകമെമ്പാടും ചർച്ചയായിരുന്നു. 2021 ശേഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴും ഹോറാസാദത്ത് തൻ്റെ യൂട്യൂബ് പബ്ലിഷിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ താലിബാൻ്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. അവർ വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ യൂട്യൂബ് കണ്ടൻറ് നിർമ്മാണത്തിൽ വ്യാപൃതിയായി. ഏറ്റവും ഒടുവിലായി നേരത്തെ പറഞ്ഞതുപോലെ 2023 ഓഗസ്റ്റ് 21 ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിൽ ആരോ ഈ ഹോറാസാദത്തിനെ വിഷം കൊത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഹോറാസാദത്തിൻ്റെ കൊലപാതകം ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്ന യൂട്യൂബിൽ കണ്ടന്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന വനിതാ പബ്ലിഷർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ്. അനേകം സ്ത്രീകൾ താലിബാനെ ഭയന്നിട്ട് ആ പണി നിർത്തിവെച്ചു. അവർ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞു, അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി. മാത്രമല്ല, ഇപ്പോഴും ചില യൂട്യൂബർമാർ, വനിതാ യൂട്യൂബർമാർ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ പബ്ലിഷിംഗ് തുടരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഭയപ്പാടോടുകൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും താലിബാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെയും മരണം ഉറപ്പെന്ന ഭയത്താലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം എത്രമാത്രം അരക്ഷിതാവസ്ഥയിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിലെ 26% സ്ത്രീകൾക്കും ഇപ്പോൾ വിഷാദ രോഗം ബാധിച്ചിരിക്കുന്നു എന്നതാണ്. അവരെ സ്കൂളുകളിൽ അയക്കുന്നില്ല. സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം വനിതകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ചിട്ടുണ്ട്. പൊതു സർവകലാശാലകളിൽ നിരോധനമുണ്ട്. വനിതകൾക്ക് പഠിക്കാനാവില്ല. 72 കിലോമീറ്റർ ദൂരത്തിലധികം അവർക്ക് യാത്ര ചെയ്യാനാകില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാകില്ല. 72 കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം ഏതെങ്കിലും പുരുഷന്മാർ ഉണ്ടായിരിക്കണം എന്നാണ് അവിടുത്തെ നിയമം. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള പണം കൈമാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നിരവധി യൂട്യൂബർമാർക്ക് ഇപ്പോഴും അവരുടെ റവന്യൂ ലഭിക്കുന്നില്ല. പല വിദേശത്തുള്ള സുഹൃത്തുക്കളുമായി ചേർന്നൊക്കെയാണ് അവർ ഈ റവന്യൂ വാങ്ങിയെടുക്കുന്നത്. ഈ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളടക്കമുള്ളവർ അഭിനയിച്ചു കൊണ്ടിരുന്ന ടെലിവിഷൻ ഷോകളും സിനിമകളുമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം സ്ത്രീകൾ അഭിനയിക്കുന്ന സിനിമകളും TV സീരിയലുകളുമൊക്കെ നിരോധിച്ചു കഴിഞ്ഞു. വാർത്ത വായിക്കുന്നവർക്ക് പോലും കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. വാർത്ത വായിക്കുന്ന വനിതകൾക്ക് കൃത്യമായ വസ്ത്രധാരണം, ഹിജാബ് അടക്കം നിർബന്ധമാണ് താലിബാൻ ഭരണത്തിന് കീഴിൽ. പാർക്കുകളിൽ ഉൾപ്പെടെ ഇസ്ലാമിക രീതിയിലുള്ള വസ്ത്രധാരണം സ്ത്രീകൾ നടത്തിയില്ല എങ്കിൽ വലിയ ശിക്ഷ ഇപ്പോൾ അവർക്കുണ്ട്. എങ്കിലും അവിടുത്തെ സ്ത്രീ സംഘടനകളടക്കം ഇപ്പോഴും താലിബാൻ ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരെ പോരാടുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് പോരാടുന്നത്. ഹോറാസാദത്തിനെ താലിബാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണം. ഈ സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ ഈ ശരീഅത്ത് നിയമം, ഈ രീതിയിലുള്ള മത രാഷ്ട്രത്തിൻ്റെ ഘടന, ഈ രീതിയിലുള്ള സാമൂഹിക അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലേക്കും പറിച്ചു നടാനാണ് ചില സംഘടനകൾ ശ്രമിക്കുന്നത്. ആ സംഘടനകൾക്ക് വഴിവെട്ടി കൊടുക്കുകയാണ് LDFും UDFും എന്ന് പറയാതെ വയ്യ. 4 വോട്ടിന് വേണ്ടി CAA റദ്ദാക്കും, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറയുമ്പോൾ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈ രാജ്യത്തെ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത് എന്ന് വോട്ടർമാർക്ക് കൃത്യമായി അറിയാം. അതെല്ലാം വീണ്ടും പഴയപടി
നടപടിയാക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് അവരുടെ ശവക്കുഴി തോണ്ടുക തന്നെയാണ് എന്നുറപ്പാണ്. പക്ഷേ LDF അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ രാഷ്ട്രീയ കളിക്ക് എന്നാണ് ഒരു അന്ത്യമുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.